തവക്കുൽ എന്നതാണ് ഇന്നത്തെ നമ്മുടെ പാഠത്തിൻ്റെ ഹെഡിങ്ങായി നൽകിയിരിക്കുന്നത്. ധാരാളമായി ഉപയോഗിക്കുന്ന പദമാണ് തവക്കുൽ. മുസ്ലിം ലോകത്ത് ഒരുപാട് വിവാദങ്ങൾക്ക് ചർച്ചയായ വിഷയവുമാണ് തവക്കുൽ. അപ്പോൾ ആ വിഷയത്തെ വെളിച്ചം നൽകുന്ന വളരെ പ്രശസ്തമായ ഒരു ഹദീസാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. അൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല ലൗ അന്നകും തവക്കൽതും അലല്ലാഹി ഹഖ്ഖ തവക്കുലിഹി ലറസഖകും കമാ യർസുഖു ത്വയ്റ തഗ്ദു ഖിമാസൻ വതറൂഹു ബിത്വാന. അഹ്മദ്. ഇമാം അഹ്മദ് ഹംബൽ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ മുസ്നദ് അഹ്മദ് എന്നറിയപ്പെടുന്ന പ്രസിദ്ധമായ ഹദീസ് ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ച, ഇമാം അഹ്മദ് മാത്രമല്ല മറ്റു ധാരാളം പണ്ഡിതന്മാർ അവിടെ ഗ്രന്ഥങ്ങൾ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വന്ന ഒരു ഹദീസാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. ഹദീസിൻ്റെ മുഖ്യമായ വിഷയം തവക്കുലാണ്. തവക്കുൽ എന്ന് പറഞ്ഞാൽ വക്കാലത്ത്, വക്കീൽ. ഇതൊക്കെ സാധാരണ മലയാളത്തിൽ ഉപയോഗിക്കുന്ന അറബി പദങ്ങളാണ് ഇതൊക്കെ. വക്കീൽ, വക്കാലത്ത്, വക്കാലത്തെടുത്തു എന്ന് പറയും. ഒരാൾ ചെയ്യേണ്ട പണി മറ്റൊരാളെ ഏൽപ്പിക്കുക, അതാണ് വക്കാലത്ത്. ഇപ്പം നിക്കാഹിൽ പാപ്പ നാട്ടിലില്ലെങ്കിൽ വേറൊരാൾക്ക് വക്കാലത്തെടുത്തു എന്ന് പറയും. അപ്പം താൻ ചെയ്യേണ്ട ആ ഒരു ദൗത്യം ചെയ്യാൻ മറ്റൊരാളെ ഏൽപ്പിക്കുന്നു, അതാണ് വക്കാലത്ത്. കച്ചവടം ചെയ്യാൻ വക്കാലത്താക്കാം, വിവാഹം ചെയ്തു കൊടുക്കാൻ വക്കാലത്താക്കാം, വിവാഹം സ്വീകരിക്കാൻ വക്കാലത്താക്കാം. ഏത് കാര്യത്തിലും ഒരു മുക്കല്ലഫായ മതനിയമങ്ങൾ ബാധകമായ മനുഷ്യൻ നിർവഹിക്കേണ്ടുന്ന ഏത് ഉത്തരവാദിത്തങ്ങളിലും ഒരാളെ വേണമെങ്കിൽ അങ്ങനെ വക്കാലത്ത് ഏൽപ്പിച്ചു കൊടുക്കാം. ഇടപാടുകൾ, ക്രയവിക്രയങ്ങൾ തുടങ്ങിയ മേഖലകളിൽ കച്ചവടം ചെയ്യാൻ നമുക്ക് വേണ്ടി വാങ്ങാൻ ഒരാളെ ഏൽപ്പിക്കാം, നമുക്ക് വേണ്ടി വിൽക്കാൻ ഒരാളെ ഏൽപ്പിക്കാം. നമ്മൾ മുതൽ വിൽക്കാൻ ഒരാളെ ഏൽപ്പിച്ചു, അയാൾ പിന്നെ അതിൻ്റെ വക്കീലാണ്, അയാളെ ഏൽപ്പിച്ചു, അയാൾക്ക് വിൽക്കാം. അയാൾ ഉടമക്കാരനെ പോലെ കൈകാര്യം ചെയ്തുകൊണ്ട് നമ്മൾ പറഞ്ഞ എല്ലാ നിബന്ധനയും പാലിച്ചുകൊണ്ട് അയാൾക്കത് വിൽക്കാം. അത് വാങ്ങാനും വക്കാലത്ത് കൊടുക്കാം. നമുക്ക് വസ്തു വാങ്ങാനുണ്ട്, അപ്പം നമുക്ക് നേരിട്ട് പോയി വാങ്ങാൻ ഒഴിവില്ല, സാഹചര്യമില്ല, നമ്മുടെ നാട്ടിലില്ല, വേറെ ആളെ ഏൽപ്പിച്ചു, എനിക്ക് വേണ്ടി ഞാൻ അത് പോയിട്ട് വാങ്ങണം. അപ്പോൾ കൊടുക്കുന്ന വില നമ്മുടേതാണ്, വാങ്ങുന്ന വസ്തുവിൻ്റെ ഉടമ നമ്മളാണ്. പക്ഷെ നമുക്ക് വേണ്ടി ആ ഇടപാട് നിർവഹിക്കുന്നത് മറ്റൊരാളാണ്. അപ്പോൾ നമ്മൾ എന്താണോ അയാളെ പറഞ്ഞേൽപ്പിച്ച ദൗത്യങ്ങൾ അതെല്ലാം പാലിച്ചുകൊണ്ടാകണം അയാൾ ആ ദൗത്യം ഏറ്റെടുക്കുന്നത് എന്ന് മാത്രം. നമ്മൾ പറഞ്ഞൊന്നും പാലിക്കാൻ അയാൾ ഉപയോഗിക്കാൻ വർഷത്ത് വേറെ വാങ്ങിപ്പോന്നാൽ അവിടെ നമുക്ക് ഉത്തരവാദിത്തമില്ല. അതാണ് വക്കീൽ, വക്കാലത്ത്. കേസിലെ വക്കീലും അത് തന്നെയാണ്. കോടതിയിൽ നമ്മൾ വാദിക്കുന്നതിന് പകരം നമുക്ക് വേണ്ടി വാദിക്കാൻ വേറൊരാളെ ഏൽപ്പിക്കുന്നു. ശരിക്കും നമ്മളാണ് വാദിക്കേണ്ടത്. വാദിയാണെങ്കിലും പ്രതിയാണെങ്കിലും നമ്മളാണ് വാദിക്കേണ്ടത്. അപ്പം നമുക്കതിൻ്റെ നിയമം വകുപ്പും അതിൻ്റെ മറ്റു സാങ്കേതിക ശബ്ദമൊന്നും അധികം അറിയില്ല. അപ്പോൾ അറിയുന്ന ഒരാളെ തിരക്കാൻ നമ്മൾ വക്കാലത്ത് ഒപ്പിട്ട് കൊടുക്കുകയാണ്, വക്കാലത്ത് സൈൻ ചെയ്ത് കൊടുക്കലാണ്. എനിക്ക് വേണ്ടി ഹാജരാവാൻ ഞാൻ ഇയാളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പറയാനുള്ളതൊക്കെ അയാൾ പറയും. അപ്പോൾ നമ്മുടെ കേസ് അയാൾ പഠിക്കും, നമ്മുടെ വാദം അയാൾ പഠിക്കും, പ്രതിയുടെ വാദം അയാൾ പഠിക്കും. ഇതെല്ലാം പഠിച്ചിട്ട് എന്താണോ ഇതിൻ്റെ വസ്തുത എന്ന് മനസ്സിലാക്കി അയാൾ നമുക്ക് വേണ്ടി അവിടെ പോയി വാദിക്കുന്നു. അതുകൊണ്ടാണ് വക്കീൽ എന്ന അയാൾക്ക് പേരുണ്ടായത്. വക്കാലത്ത്, ഈ കാര്യം അയാൾ ഏറ്റെടുക്കുന്നു, അതാണ് വക്കാലത്ത്. ഇപ്പോൾ വക്കീൽ ഖുർആൻ ഉപയോഗിച്ച പദമാണ്, ഹദീസിൽ ധാരാളമായി ഉപയോഗിച്ച പദമാണ് വക്കീൽ എന്ന പദം. പക്ഷേ ഏത് കാര്യം ആരെ ഏൽപ്പിച്ചാലും അതിലൊക്കെ വക്കല, വക്കാലത്ത് എന്നുള്ള വാക്ക് വേണമെങ്കിൽ അതിൽ ഉപയോഗിക്കാം. അമാനത്ത് പിന്നെ വിശ്വസിച്ചേൽപ്പിച്ച ഏതിനും പറയാം. അത് ഉത്തരവാദിത്വം നിർവഹിക്കാൻ ആയിക്കോളുന്നില്ല. അമാനത്ത് അതല്ല. ഇപ്പോൾ നമ്മൾ ഒരു വസ്തു സൂക്ഷിക്കാൻ ഏൽപ്പിച്ചു, അത് അമാനത്താണ്, എന്നത് വക്കാലത്തല്ല. വക്കാലത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം ചെയ്യാൻ മറ്റൊരാളെ ചുമതലപ്പെടുത്തലാണ് വക്കാലത്ത്. അമാനത്ത് വിശ്വസിച്ച ഒരാളെ ഏൽപ്പിക്കുക ഒരു കാര്യം. ഇപ്പം നമ്മൾ ഒരു പണം ഇതവിടെ വെക്ക്, ഞാൻ പിന്നീട് ആവശ്യം നമ്മൾ വാങ്ങിക്കോളാം എന്ന് പറഞ്ഞാൽ ഏൽപ്പിച്ചത് അത് അമാനത്താണ്. അത് അയാൾക്ക് കൈകാര്യം ചെയ്യാൻ അധികാരമില്ല. അതെടുക്കാനോ കൊടുക്കാനോ ഒന്നും അയാൾക്ക് അധികാരമില്ല. അയാളുടെ മുതലല്ല, അയാൾ അവിടെ സൂക്ഷിച്ച് വെക്കാൻ മാത്രമാണ് അയാൾക്ക് ഉത്തരവാദിത്തമുള്ളത്. അയാൾക്ക് എടുക്കാനും ചെലവഴിക്കാനും ഒന്നും അവകാശമില്ല. എന്നാൽ വിൽക്കാൻ ഒരു അധികാരം കൊടുത്തു കഴിഞ്ഞാൽ അതല്ല, അത് അയാൾക്ക് വാങ്ങുന്നവരൊക്കെ അന്വേഷിച്ച് പിടിക്കാം, വില അയാൾക്ക് പറയാം. നമ്മൾ നിശ്ചയിച്ചൊരു ലിമിറ്റിനുള്ളിൽ നിന്നുകൊണ്ട് അയാൾക്ക് ആ വിലക്കത് കച്ചവടം ചെയ്യാം, അയാൾക്കത് വാങ്ങുകയും ചെയ്യാം. ഇനി അതൊരു പക്ഷേ സമ്മതമില്ലാതെ പോലും ചെയ്യാൻ പറ്റും. അയാൾക്ക് അങ്ങനെ ഒരു മികച്ച ധാരണയുണ്ടെങ്കിൽ, മികച്ച ധാരണയുണ്ട്, നമുക്കത് ഇഷ്ടപ്പെടും എന്നാണെങ്കിൽ നമുക്ക് വേണ്ടി ഒരാൾക്ക് വേണമെങ്കിൽ ഒരു സാധനം വാങ്ങാനോ വിൽക്കാനോ അധികാരമുണ്ട്. ഇപ്പം നമ്മൾ വണ്ടി വിൽക്കാൻ നടക്കണം, നമ്മളെ ഏൽപ്പിച്ചൊന്നുമില്ല, അത് അറിയുന്ന നമ്മുടെ അടുത്ത സുഹൃത്ത്
ഓനിങ്ങനെ വാടകയ്ക്ക് പോയപ്പോൾ ഒരു വണ്ടിൻ്റെ ഒരാളെ കണ്ടു. അപ്പോൾ അതിന് സംബന്ധിച്ച് ഒരു വണ്ടി ഉണ്ട് പറഞ്ഞ് അങ്ങനെ ഓരോ നമ്മളാണ് കച്ചവടമാക്കി. ശരിക്കും ഓൻ്റെ മുതലാണോ ചോദിച്ചാൽ അല്ല, നമ്മളെ മുതലാണ്. എന്നിട്ട് നമ്മൾ വിളിച്ചിട്ടാണ് എൻ്റെ വണ്ടി ഞാൻ മിറ്റം കിട്ടാതാണ്, എത്ര കിട്ടി എത്ര രൂപ ആയിക്കോട്ടെ, അല്ലെന്തെങ്കിലും ഉസാറ എന്നായി എന്ന് പറഞ്ഞു, മതി കുഴപ്പമില്ല. മറ്റേപ്പം അല്ലെങ്കിൽ ഇപ്പം പറയാണ് എന്നോട് വിൽക്കാൻ പറഞ്ഞു, ഞാൻ കൊടുക്കൂല എന്ന് പറഞ്ഞാൽ കൊടുക്കേണ്ട ആവശ്യമില്ല. അത് ഇവൻ്റെ സമ്മതത്തിന്മേൽ മാത്രമാണത് നിലകൊള്ളുക. നടപ്പാക്കപ്പെടൽ ഉടമക്കാരുടെ സമ്മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. ഞാൻ മുമ്പ് ക്ലാസ് പറഞ്ഞിട്ടുണ്ട്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജാബിർ പറഞ്ഞയച്ച സംഭവം, ആട് വാങ്ങാൻ വേണ്ടി മുമ്പ് ക്ലാസ് പറഞ്ഞിട്ടുണ്ട്. ഒരു ആട് വാങ്ങാൻ പറഞ്ഞയച്ച് 1 ദിർഹം കൊടുത്തു. 1 ദിർഹമേനി പോയി ഒരു ആടിനെ വാങ്ങുക എന്ന് പറഞ്ഞ് നബി ഞങ്ങൾ പറഞ്ഞയച്ചു. ജാബിർ തന്നെ പോയി മാർക്കറ്റിൽ നിന്ന് 1 ദിർഹമിന് ആടിനെ കിട്ടി. ആടിനെ വാങ്ങി വരുന്ന വഴിക്ക് വേറൊരാൾ കണ്ടപ്പോൾ ഈ ആടിനെ കൊടുക്കണോ ചോദിച്ചു. ആ കൊടുക്കാറ്. എന്തായിരുന്നു ചോദിച്ചു. 2 ദിർഹം എന്നപ്പോൾ കൊടുക്കാറ്. അപ്പം അയാൾ 2 ദിർഹം കൊടുത്തിട്ട് ഈ ആടിനെ വാങ്ങി. അപ്പം നബി പറഞ്ഞയച്ചത് വാങ്ങാൻ മാത്രമാണ്. വാങ്ങിയ ആടിനെ ഉടമക്കാരൻ നബിയാണ്. അപ്പം നബിയുടെ സമ്മതമില്ലാതെയാണ് ജാബിർ തന്നോട് വിൽക്കുന്നത്. വിൽക്കാൻ ഏൽപ്പിച്ചിട്ടില്ല. വിറ്റു മാത്രമല്ല, ലാഭത്തിന് വിറ്റു. 1 ദിർഹമിന് വാങ്ങിയ മുതൽ 2 ദിർഹമിന് വിറ്റു, 100% ലാഭമെടുത്തു. എന്നിട്ട് അദ്ദേഹം ആ 2 ദിർഹമുമായിട്ട് മാർക്കറ്റിൽ അങ്ങോട്ട് പോയി. അവിടെ പോയിട്ട് 1 ദിർഹമിന് വേറൊരു ആടിനെ വാങ്ങി. നബി ഏൽപ്പിച്ചത് 1 ദിർഹമിന് ആടിനെ വാങ്ങാനാണല്ലോ. അപ്പോൾ 1 ദിർഹമിന് ആടിനെ വാങ്ങി. നബി തിരിച്ചു വന്നിട്ട് 1 ദിർഹമും കൊടുത്തു, ഒരു ആടും കൊടുത്തു. അപ്പം നബി പറഞ്ഞയച്ചു ദിർഹമും കൊണ്ടാണ്. അപ്പം ദിർഹം തിരിച്ചു കൊടുക്കുന്നു ചെയ്യുന്നു, ഒരു ആടിനെയും കിട്ടും. അപ്പം എന്താ പരിപാടി വെച്ചു. അപ്പം ഉണ്ടായതൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു ഇടപാട് നടത്താൻ പറഞ്ഞയച്ച ആള് 3 ഇടപാട് നടത്തി. ആദ്യത്തെ ആടിനെ വാങ്ങി, ആ ആടിനെ വിറ്റു, പുതിയ ആടിനെ വാങ്ങി. ഒരു ഇടപാടിനാണ് ഏൽപ്പിച്ചത്, പക്ഷെ 3 ഇടപാട് നടത്തിയിട്ട് ലാഭം ഉണ്ടാക്കിയിട്ടാണ് വരുന്നത്. അപ്പോൾ നബി ഞങ്ങൾ പറഞ്ഞു, ബാറക്കല്ലാഹു ഫീ സ്വഫഖതി യമീനിക്, എൻ്റെ ഈ ഇടപാടിൽ അല്ലാഹു തആല ബർക്കത്ത് ചൊരിയട്ടെ. അപ്പോൾ ഇത് പറ്റുന്ന മനസ്സിലായി. പറ്റില്ലെങ്കിൽ നബി ഒരിക്കലും അങ്ങനെ പറയില്ല. അപ്പോൾ ഇത് പറ്റുന്ന മനസ്സിലായി, 100% ലാഭം എടുക്കാൻ പറ്റുന്ന മനസ്സിലായി. ഒരാളുടെ സമ്മതമില്ലാതെയും അയാൾക്ക് വേണ്ടി വാങ്ങാനും വിൽക്കാനും അനുവാദമുണ്ട് എന്ന് മനസ്സിലായി. എന്നാൽ ഉടമക്കാരൻ്റെ അംഗീകാരം അതിനാവശ്യമാണ്. ആ അംഗീകാരമാണ് നബിയുടെ ഈ പ്രാർത്ഥന. ബറക്കല്ലാഹു ഫീ സ്വഫഖതി യമീനിക എന്നുള്ളത് ഒരു അംഗീകാരം കൊടുക്കൽ കൂടിയാണ്. അതല്ലെങ്കിൽ എന്നോട് ആരാപ്പിനെ വിൽക്കായിപ്പിച്ചു, അത് പറ്റൂല എന്ന് നബി പറഞ്ഞിരുന്നുവെങ്കിൽ ആ കച്ചവടം മൻസൂഖാക്കി തിരിച്ച് ആ ആടിനെ വാങ്ങിയിട്ട് പോരേണ്ടി വരും. കാരണം ഉടമക്കാരനാണ് അതിന് ഒരു അവസാന വാക്ക് പറയേണ്ടത്. അപ്പം അതൊക്കെ വക്കാലത്താണ്. വക്കാലത്ത് ഒരു ഇടപാട് നടത്താൻ വേണ്ടി വക്കാലത്ത് കൊടുക്കുന്നു.